മറുവാക്കിനായി ശ്രീ ബി എസ് ബാലേന്ദ്ര സന്ദേശം. ബഹുമാന്യരെ, സമയം വളരെ വൈകി. നമ്മുടെ ഭാരതീയ സമാജത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഇത്ര വൈകി ഇവിടെ ഇരിക്കുന്നൊരു ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. എങ്കിലും നാം സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഇവിടെ നിർബന്ധിതരായി ഇവിടെ ഇരിക്കുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്താതെ മറുവാക്ക് പറഞ്ഞു നിർത്തുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ അനിൽകുമാർ സംസാരിച്ചതുപോലെയും ശ്രീ ചെറിയാമ്പലിപ്പും മറ്റു പലരുമൊക്കെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ KPCC ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തായിരുന്നു. ഞാൻ KPCC ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തായതൊന്നുമില്ല. KPCC ഓഫീസിൽ ഫോറസ്ട്രി ബോർഡിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു, CSDയുടെ ഓഫീസിനൊപ്പം. ഒന്നിച്ച് പ്രവർത്തിച്ച ചില ആളുകൾ നാം അറിയാതെ ചില ഗൂഢാലോചനകൾ നടത്തിയത് കണ്ടപ്പോൾ ഇനി അവർ നടത്തിക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഈ ആടയാഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഏകനായി അവിടെ നിന്ന് നടന്ന് വെള്ളയമ്പലം കെസ്റ്റൺ റോഡിലെ ഭാരതീയ സമാജ് ഓഫീസിൽ വന്നിരുന്നു. ഒറ്റയ്ക്ക് ഒരു വലിയ സംഘമുണ്ടായിരുന്നു KPCC ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറസ്ട്രി ബോർഡിൻ്റെയും CSDTയുടെയും പ്രവർത്തനം നടത്തുവാനായി. സമ്പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട്, മുഴുവൻ ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് അവിടെ വന്നിരുന്നു. എത്രയോ ദിവസങ്ങളിൽ ഭാരതീയ സമാജ് ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരുന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയും പിന്നെ അവിടെ പോകാതാവുകയും ചെയ്തു. പല പരിപാടികൾ നടത്തി നോക്കി, ഒന്നും അങ്ങോട്ട് ടേക്ക് ഓഫ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഗോപൻ അവിടെ വരുന്നതും ഭാരതീയ സമാജത്തിന് പുതിയ ഉണർവ് കൊടുക്കുകയും ചെയ്യുന്നത്. ഭാരതീയ സമാജം ഒരു വലിയ പ്രസ്ഥാനമായി പിന്നീട് മാറി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എപ്പോഴും പറയും, ആ സംഘം ഒഴിവായി പോയത് കൊണ്ടല്ലേ നിങ്ങളെപ്പോലുള്ള വളരെ കർമ്മധീരരായ ഒരു സംഘം സഹപ്രവർത്തകരെ എനിക്കൊപ്പം ലഭിച്ചത്. ഇപ്പോൾ മഞ്ജു ശ്രീകണ്ഠനെ പോലെ, ജയാശ്രീകുമാറിനെ പോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലുകളായി മാറിയ ആളുകൾ, രണ്ട് കൈകൾ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സംഘം ആളുകൾ എൻ്റെ സഹപ്രവർത്തകരെ വന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറിയത് അവിടെ ആ സംഘത്തെ ഒഴിവാക്കിയതുകൊണ്ടാണ്. ആ സംഘത്തിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ നേതാക്കന്മാർ പറയുന്ന വാചകങ്ങൾ വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ വല്ലതും തരണേ എന്ന് പറഞ്ഞ് നടക്കേണ്ടെന്ന ഗതികേടിൽ ഞാൻ പെട്ടുപോയേനെ. സ്ഥാനമാനങ്ങൾക്ക് ഞാൻ ഇവരുടെ പിന്നാലെ ഒരു ഭിക്ഷക്കാരനെ പോലെ നടക്കേണ്ടി വന്നേനെ. പലരും പറയും ഞാൻ MLA ആവുമായിരുന്നു, MP ആവുമായിരുന്നു, മന്ത്രി ആവുമായിരുന്നു എന്നൊക്കെ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ ജീവിതം തകർന്ന എത്രയോ ആളുകളെ എനിക്കറിയാം. നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന G. കാർത്തികേയൻ വളരെ വിഷമത്തോടുകൂടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ നീ ഇങ്ങനെയെന്ന്, മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ്. അത് ഒരു കാലമായിരുന്നു, അതിൽ നിരാശയില്ല. ഇപ്പോൾ 10,000-കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മഹാപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കി തന്നത് അന്നുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഫോറസ്ട്രി ബോർഡ് ഒരു പരിസ്ഥിതി പ്രസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ വനവൽക്കരണ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം
കാഴ്ചവെച്ച പ്രസ്ഥാനമാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട്. നാം അതിൽ നിന്ന് വിട്ടുപോരുമ്പോൾ ഒരു 10-25 കോപ്പി അച്ചടിക്കുന്ന ഒരു ഈവനിങ് ഡെയിലി 25 കോപ്പിയൊക്കെ ഉള്ളൂ. അവർ ദിവസവും എന്നെക്കുറിച്ച് 12 ദിവസം എന്നെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി കാര്യങ്ങൾ അച്ചടിച്ചിറക്കി. അവർ അച്ചടിച്ചിറക്കുന്ന പത്രം നേരെ KPC ഓഫീസിൽ കൊണ്ടുവന്ന് AK ആന്റണിക്ക് കൊടുക്കും. KPC ഓഫീസിൽ കോപ്പിയിൽ വിതരണം ചെയ്യും. ശ്രീമതി കമലദാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് നിർവഹിച്ചത് എന്ന് അറിയാമായിരുന്നു, നമുക്കറിയാമായിരുന്നു. പക്ഷേ ആ പത്രത്തിൻ്റെ എല്ലാം കോപ്പി എൻ്റെ കൈവശമുണ്ട്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതെടുത്ത് പ്രസിദ്ധീകരിച്ചാലോ എന്ന്. അപ്പോൾ പിന്നീടും കോട്ടയത്ത് ജൻശിക്ഷൻ സംസ്ഥാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടല്ലോ. കേരളമുതലെ ദേശാഭിമാനിയിലും കുറേ വാർത്തകൾ വന്നിട്ടുണ്ട് 2-3 ദിവസം. അതുപോലെ ജനശ്രീ ഉണ്ടാകുമ്പോൾ നമുക്കെതിരെ കുറേ ആക്ഷേപങ്ങളുണ്ടായിട്ടുണ്ട്. രാപ്പകൽ സമരം നടക്കുമ്പോൾ വ്യക്തിപരമായി എന്നെ ആക്രമിച്ചുകൊണ്ട് കുറേ ലേഖന പരമ്പരകൾ ദേശാഭിമാനി പത്രത്തിൽ വന്നിട്ടുണ്ട്. നാം ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എന്നെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടി എന്നെക്കുറിച്ച് ചീത്തക്കാര്യങ്ങൾ പറയുവാനും ചീത്തക്കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 122 പുസ്തകങ്ങൾ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് എന്ന് ശ്രീമതി ജയാശ്രീമാർ പറഞ്ഞു, പ്രസിദ്ധീകരിക്കാനുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ നെഗറ്റീവായിട്ടുള്ള വന്ന വാർത്തകളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു പുസ്തകം ഇറക്കാനും ആഗ്രഹിക്കുകയാണ്. നല്ലതല്ലേ? ആർക്കെങ്കിലും ചീത്ത പറയണമെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാം. കാരണം അതിൽ ഞാൻ കാണുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മെക്കുറിച്ച് അവർക്കിഷ്ടമുള്ളത് പറഞ്ഞതുകൊണ്ട് അവരിലൊരു സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൽ നാം സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ അങ്ങനൊരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. അത് ഈ ജയാശ്രീമാർ പ്രസിദ്ധീകരിക്കുന്നതാണ് വിശ്വാസം. 123ാമത്തെ പുസ്തകമായിട്ട് അത് പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. കാരണം സംഘടനാ പ്രവർത്തന രംഗത്ത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ആ പ്രായത്തിൽ ഒരു 30-33 വയസ്സുള്ള സമയത്താണ്, 34 വയസ്സുള്ള സമയത്താണ്, അല്ലല്ല 34 വയസ്സ് 35 വയസ്സ്. ആ സമയത്ത് എൻ്റെ തലയിൽ കുറച്ചുകൂടെ മുടിയുണ്ടായിരുന്നു. ഈ മുടി ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്, ഈ ടെൻഷൻ കാരണം. കാൻഫിഡ് ഒരു ദിവസം കയറി ചെല്ലുമ്പോൾ മുഖമൊക്കെ വളരെ വെളുത്തിരിക്കുക, വല്ലാണ്ട് വളരെ വെളുത്തിരിക്കും. ഞാനിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ PN പണിക്കർ സാർ ചോദിച്ചു, നീ വാ എന്ന് പറഞ്ഞു. എന്നെ അടുത്ത് വിളിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചിട്ട് എന്ത് പറ്റി പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുമ്പോൾ ഞാനങ്ങനെ പൊട്ടിക്കരഞ്ഞു പോയി. പണിക്കർ സാർ ചാടി എണീറ്റ് എൻ്റെ ദേഹത്തോട് ഇങ്ങനെ തടവി. ഒന്നുമില്ല മോനെ, നീ ഇതിനെയൊക്കെ അതിജീവിക്കും എന്നിങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലസ് ചെയ്തപ്പോൾ ഒരു ഈശ്വരൻ ദേഹത്ത് തൊട്ടതുപോലെ, ഒരു വൈദ്യുത പ്രവാഹം പോലെ എൻ്റെ ശരീരത്തിലൊരു ശക്തി ഇങ്ങനെ കടന്നു വന്നു. ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞു എൻ്റെ ദേഹത്തിങ്ങനെ തടവിയത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ആ വിഷയം പരസ്യമായി പറയുന്നത്. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു PN പണിക്കർ കേവലം ഒരു മനുഷ്യനല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അതിനെ അതിജീവിക്കുമെന്ന് പണിക്കർ സാർ പറയുമ്പോൾ, ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ വികാരങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ആത്മാർത്ഥമായി ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത ഒരാളാണ് ഞാൻ.
ധാരാളം കഷ്ടപ്പെട്ടു. ഞാൻ അതിനുവേണ്ടി അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പലതുമാണ്. ഞാൻ ട്രെയിനിൽ ടോയ്ലറ്റിൽ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ എറണാകുളത്ത് ബോധിയാത്ര കഴിഞ്ഞ് ആലുവ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ആലുവയിൽ വലിയ പബ്ലിക് മീറ്റിംഗാണ്. ആലുവ ജംഗ്ഷനിൽ ഹെൻറി ഓസ്റ്റിൻ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. വളരെ വലിയ സമ്മേളനമാണ്. അവസാനത്തെ ഭയങ്കരമായ ആൾ കൂടിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് അന്ന് വളരെ തീവ്രമായി പരിസ്ഥിതി വിഷയങ്ങൾ വളരെ തീവ്രമായി സംസാരിക്കുന്ന ആളാണ്. ചെറുപ്പക്കാരനാണെങ്കിലും വളരെ തീവ്രമായി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾ. അതെൻ്റെ പ്രസംഗം കേൾക്കുവാൻ, എൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ തന്നെ മഹത്വമായി പറയുന്നില്ല. അന്നത്തെ എൻ്റെ പ്രസംഗം ആ നിലയിൽ ചാട്ടുള്ളി വെച്ച് പിടിക്കും പോലെ ആളുകളിങ്ങനെ കൂട്ടമായി പിടിക്കുന്ന ഒരു പ്രസംഗ ശൈലി ഉണ്ടായിരുന്നു. അന്ന് ആ ആലുവ മൈതാനത്ത് പ്രസംഗിച്ച ആൾക്കൂട്ടം, അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി ആളുകളുടെ സ്നേഹ വാത്സല്യങ്ങൾക്ക് ശേഷം ഏറ്റുവാങ്ങിയ ശേഷം അവിടെ നിന്നിറങ്ങി എറണാകുളത്തെ എൻ്റെ സഹപ്രവർത്തകർ ആലുവ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്നെ ട്രെയിൻ കയറ്റി വിടുകയാണ്. അവിടെ ലോക്കൽ. അപ്പോൾ ട്രെയിനിൽ കയറ്റി എൻ്റെ പെട്ടി ഇങ്ങനെ തള്ളി കയറ്റി വെച്ചിട്ട് ആളുകളെ വെളിയിലേക്ക് തൂക്കി കിടക്കുക. ഞാനും അവരോടൊപ്പം കയറി വെളിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. വണ്ടി നീങ്ങുമ്പോൾ ആളുകൾ എൻ്റെ ദേഹത്തോടേക്കും ചരിഞ്ഞ് വീഴുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കഴിച്ച് പൊട്ടുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ വീഴും. അകത്തോട്ട് കയറാൻ നിവൃത്തിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ പൈസയുമില്ല. കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തു. ഞാൻ ഇപ്പോൾ വീഴപ്പോഴും കുറേ കഴിഞ്ഞപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ വീണു. ഞാൻ വിചാരിച്ചു ഞാൻ തീർന്നു. പക്ഷെ ട്രെയിൻ അപ്പോഴവിടെ നിന്ന് ഞാൻ വീണത് ആ ട്രെയിനിൻ്റെ സൈഡിലുണ്ടായിരുന്ന ചല്ലിയുടെ മേലായിരുന്നു. ചെറിയ ചല്ലികൾ ഇറക്കിയത് അവിടെ ഇറങ്ങി. എന്നിട്ട് തിരിച്ചതിനകത്ത് കയറി നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനൊരു അവസരം കിട്ടി. അപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് യാത്ര ചെയ്ത് ഏറ്റവും വലിയ ജീവിതത്തിലെ കംഫർട്ട് അനുഭവിച്ച ദിവസമാണത്. ഞാനും കുറേ ആൾക്കാരുണ്ട് ടോയ്ലറ്റിനകത്തേക്ക് അകത്ത് നിന്ന് യാത്ര ചെയ്താൽ. ഞാനൊരു അത്രത്തോളം ബുദ്ധിമുട്ടി. കേരളത്തിലെ ഈ പ്രകൃതി സംരക്ഷണ വനവൽക്കരണ രംഗത്ത് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം പെട്ടിക്കും തൂക്കി നടന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എത്രയോ ആളുകളെ നേരിൽ കണ്ടു. എത്രയോ പ്രവർത്തകരെ ഒന്നിച്ചു ചേർത്തു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു പ്രസ്ഥാനം വളർന്നു വരുമ്പോൾ ഒരു സംഘം ആളുകൾ KPCC ഓഫീസിലെ സങ്കേതത്തിൽ ഒന്നിച്ചുകൂടി എങ്ങനെ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനയായിരുന്നു. ഒന്നിച്ച് സഹപ്രവർത്തകരായി വന്ന ആളുകൾ ഈ വിധം പ്രവർത്തിച്ചത് കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആന്റണി AK ആന്റണിയെ കാണുന്നത്. അന്ന് ആന്റണി KPCC പ്രസിഡന്റ്. അദ്ദേഹം ഞാനുമായിട്ട് കാറിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം മ്യൂസിയത്തിൻ്റെ അവിടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, C കേശവൻ സ്റ്റാച്യുവിൻ്റെ അവിടെ എത്തുമ്പോൾ AK ആന്റണി എന്നോട് പറഞ്ഞു, ആ ഫോറസ്ട്രി ബോർഡിൻ്റെ പ്രശ്നം നമുക്കന്ന് പരിഹരിക്കാമായിരുന്നു എന്നുള്ള പറ്റുന്നത്. ഞാൻ പറഞ്ഞു, വേണ്ട, കൂടെ നിൽക്കുന്ന ആളുകൾ ചതിക്കുമെന്ന് തോന്നിയപ്പോൾ, അനുഭവപ്പെട്ടപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ശരി AK ആന്റണി ശരി എന്ന് പറഞ്ഞു. ഞാനത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവിടെ കടിച്ചു തൂങ്ങുവാനും അതിനുവേണ്ടി ഫൈറ്റ് നടത്തുവാനും തയ്യാറാകാതെ മാറി നിന്നുള്ളതാണ്. തമ്പാൻ സാർ പറഞ്ഞു ഫോറസ്റ്റ് ബോർഡ് പുനരുജ്ജീവിപ്പിക്കണമെന്ന്. നാം അത് വിട്ടുകളഞ്ഞു. അതിൻ്റെ കാരണം അത് വേണ്ട എന്ന് വെച്ചു. അതിനുശേഷം ഏറ്റെടുത്ത മഹാന്മാരായ അന്ന് ഭാവിച്ചു നടന്ന ആളുകൾ പലരും, MLA മാർ, അവരൊക്കെ തന്നെ ആ പ്രസ്ഥാനത്തെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ആ പ്രസ്ഥാനത്തെ നശിപ്പിച്ചു. ആ പ്രസ്ഥാനം അകാലത്തിൽ നിര്യാതമായി. പ്രസ്ഥാനത്തെ നമുക്ക് ജീവിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ പ്രസ്ഥാനം മരിച്ചുപോയി സാർ. ആ പ്രസ്ഥാനത്തെ ജീവിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ എല്ലാ ക്രിയകളും കഴിഞ്ഞു, ഒരു രേഖ പോലുമില്ല. എന്നാൽ CSDT പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അതൊരു പബ്ലിക് ട്രസ്റ്റായി പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അതൊരു പ്രസ്ഥാനമായി ഉയർത്തെഴുന്നേൽക്കും താമസിയാതെ. അതുകൊണ്ട് ആ അനുഭവങ്ങൾ ഓർത്തുകൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയത്. നിരവധിയായ കാര്യങ്ങൾ, മാധവിക്കുട്ടിയുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ, അവരുടെ സ്നേഹം, അവരുടെ ബന്ധം, അവരുമായിട്ടുള്ള അടുപ്പം, മൂന്ന് നാലപ്പാടുമായിട്ടുള്ള അടുപ്പം, ഈ ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കുവാൻ
ഒരു സംഘം ആളുകൾ നടത്തിയ കൃത്യമായുള്ള കരുനീക്കങ്ങളാണ് അതിനുണ്ടായ ദുര്യോഗം. ഇന്ന് ഭാരതീയ സമാജത്തിൽ എനിക്ക് അഖിലേന്ത്യാ ചെയർമാനാവാനുണ്ടായ സാഹചര്യം. എല്ലാവരോടും നന്ദി മാത്രമാണുള്ളത്, ആരോടും വിരോധമില്ല. ഞാൻ പലപ്പോഴും പറയും, എനിക്ക് ആരോടും വിരോധമില്ല, ആരോടും വിരോധമില്ല, ഒരു ആളിനോടും വിരോധമില്ല, ആരോടും വിരോധമില്ല. ആരോടും വിരോധമില്ലാത്ത മാനസിക ഭാവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ഒരു കാലഘട്ടത്തിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരാണ്. അവരെ കാണുമ്പോഴും അവരോടും ഇപ്പോഴും 100% സ്നേഹം തന്നെയാണ്. സ്നേഹമോ വിദ്വേഷമോ പകയോ ഏതാണ് എന്ന് കേട്ടാൽ എല്ലാം സ്നേഹം തന്നെയാണ്. വളരെ സ്നേഹത്തോട് തന്നെയാണ്. ഇതിനെല്ലാം സാക്ഷി വഹിച്ച എൻ്റെ സഹോദരൻ ഗോപകുമാർ അവിടെ ഇരിപ്പുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായിരുന്നു അദ്ദേഹം ഏറെ പണിപ്പെട്ട് ഫോറസ്ട്രി ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുവാനായി ഈ ജില്ലയുടെ ചെയർമാനായി ചുമതലയേറ്റെടുത്തുകൊണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം നിലച്ചുപോയി. ആ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുവാൻ ഇവിടെ വന്ന ബഹുമാന്യരായ നേതാക്കന്മാരോട്, ഹസൻ സാറിനെ ഇവിടെ വിളിച്ചത്, ഹസൻ സാറാണ് ആദ്യമായി ലെജിസ്ലേച്ചർ ഫോർ ഓൺ എൻവയൺമെൻറ്റ് എന്ന ഒരു സംഘടന, MLA-മാരുടെ സംഘടന, നിയമസഭാ സാമാജികരുടേത് ഫോറസ്ട്രി ബോർഡിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇവർ രണ്ടുപേരും ഈ പ്രസ്ഥാനവുമായി അത്ര ആത്മബന്ധമുള്ള ആളുകളായിരുന്നു. അവർ രണ്ടുപേരും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗഭാക്കുകളായി നിന്നവരാണ്. ഹസൻ സാർ ഒന്നും സൂചിപ്പിച്ചില്ല, അദ്ദേഹം സ്ഥിരമായി ഫോറസ്റ്റ് ബോർഡിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. മാധവിക്കുട്ടിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന കമ്മിറ്റി യോഗങ്ങളിലും മിക്കവാറും എല്ലാ കമ്മിറ്റി യോഗങ്ങളിലും മുടങ്ങാതെ പങ്കെടുത്തിരുന്ന ആളായിരുന്നു ഹസൻ സാർ. അവർ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളായിരുന്നു, വളരെ വ്യത്യസ്തമായി, വളരെ 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 വ്യത്യസ്തമായി. അവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളൊന്നായി ഞാൻ കാണുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ കാരണങ്ങളിലൊന്ന് ഫോറസ്ട്രി ബോർഡിൻ്റെ വിഷയമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അവർ തിരുവനന്തപുരം വിട്ടു പോകില്ലായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അവർക്ക് വിട്ടുപോകാൻ ഉണ്ടായ മാനസികാവസ്ഥ, തിരുവനന്തപുരത്ത് അവരുടെ ബേസ് ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനവും പ്രവർത്തകരുമായിരുന്നു. അവർ പല ദിവസങ്ങളിൽ കാർ പിടിച്ച് ഉച്ചയ്ക്ക് BSS ഓഫീസിൽ വരുമായിരുന്നു. ഈ കുട്ടികൾ ഈ സ്മിതയ്ക്കിരിപ്പുണ്ട്, അവർ വന്ന് നേരെ എൻ്റെ മുറിയിൽ വന്ന് കയറിയിട്ട് ബാലേന്ദ്രൻ വീട്ടിലിരുന്നപ്പോൾ ബോറടിക്കുന്നു, അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ബാലേന്ദ്രൻ ഒരു പ്രശ്നം കേൾക്കാമെന്ന് വെച്ചു. അവരെയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട്, ശിശുലക്ഷ്മി ക്ലാസ്സിലിറങ്ങുന്ന സമയത്ത് അവരെയും വിളിച്ചുകൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു പ്രസംഗം നടത്തും. ഭയങ്കരമായിട്ട് ആവേശത്തോടുകൂടി. ഉടനെ തന്നെ അവർ അതിന് ഈ കുട്ടികളോട് മറുപടിയൊക്കെ പറഞ്ഞിട്ട് മടങ്ങിപ്പോകും. അപ്പോൾ അവർ ചാർജ് ചെയ്തെന്ന് പറയും. അങ്ങനെയുള്ളൊരു ഞങ്ങൾ ആ ഒരു ബന്ധം ആ ഒരു ഇതായിരുന്നു. ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിലെ കാര്യം പറയുന്നത്, ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോൾ ഗുരുവായൂർ അമ്പലം നാലപ്പാട്ട് വീട്ടിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അവിടെ രാത്രി നാലപ്പാട്ട് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ കുട്ടിയെ നമുക്ക് കുട്ടി വലിയ ഭക്തനാണല്ലോ, ഗുരുവായൂർ അമ്പലം വഴി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അവിടെ വന്നിട്ട് അതിൻ്റെ മുൻവശത്ത് കാറ് നിർത്തി, അവിടെ ഇറങ്ങി. ഞാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങുന്നില്ലേ? ഇല്ല, അവിടെ ഒന്ന് കൃഷ്ണൻ ഇറങ്ങിപ്പോയി. ഇപ്പോൾ അവിടെ മോഹനകൃഷ്ണനാണ്. അപ്പോൾ ഈ മോഹനകൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കൊന്നും വേറെ, മോഹനകൃഷ്ണൻ എന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. മോഹനകൃഷ്ണൻ പ്രസിഡന്റ് ആയതോടെ കൃഷ്ണൻ ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല, പി.ടി. മോഹനകൃഷ്ണൻ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതാണ് അവർ സൂചിപ്പിച്ചത്. അവിടെ ഇപ്പോൾ മോഹനകൃഷ്ണനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയത്, അവിടെ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പാവറട്ടിയിലുള്ള, ഞാൻ പറയാം, എൻ്റെ ഒരു കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് പാവറട്ടി താമസിക്കുന്നത്, ഇവിടെ അടുത്താണ്. പോവാം. അവരെന്നോടൊപ്പം പാവറട്ടിയിൽ വന്നു, ആ സുഹൃത്തിനെ കാണാൻ. അവരെന്നെ ഞാൻ പറയലേ ഒരു എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഇങ്ങോട്ട് കൊണ്ടുപോകാനും ഓരോന്ന് കാണിച്ചു തരുവാനൊക്കെ അവർ കാണിച്ച താല്പര്യം വളരെ വളരെ വലുതാണ്. അവരെപ്പോലെ ഒരു വലിയ വ്യക്തിത്വത്തിനെ മിസ് ചെയ്തത് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി കാണുന്നു. അവരുടെ മകൻ MD നാലപ്പാട്, അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിലെ ജീവിതഗതി തന്നെ മാറ്റിമറിച്ച വ്യക്തിത്വം. ഞാൻ പരിചയപ്പെട്ടുള്ള വ്യക്തിത്വങ്ങളിൽ മഹാവ്യക്തിത്വങ്ങളിൽ ഒരാളാണ് MD നാലപ്പാട്. അദ്ദേഹവുമായി അന്ന് ഉണ്ടായ തെറ്റിദ്ധാരണ
ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം നൽകുന്ന ഒന്നാണ്. ഇതൊക്കെ ഓർക്കുവാൻ ഇന്ന് ഈ പുസ്തക പ്രകാശനം ഇടവരുത്തി ഒരുപാട് മഹത്തുക്കളുമായി ഇടപഴകാനുള്ള അവസരം എം ഡി നാലപ്പഴ വഴി ഉണ്ടായി. ആ മഹാന്മാരെയൊക്കെ സ്മരിച്ചുകൊണ്ടുള്ള പുസ്തകരചന ഉണ്ടാവും. ആ പുസ്തകങ്ങളൊക്കെ തന്നെ താമസിയാതെ നമുക്ക് കേൾക്കാൻ കാണാം എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടുള്ള എൻ്റെ അഗൈതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഏറ്റവും വേറിട്ട ഒരു പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചെയർമാൻ്റെ പുസ്തകം. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ വളരെ വിശാലമാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും VS ബാലചന്ദ്രൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ അത് വളരെയധികം പരിചിതവുമാണ്. എന്നാൽ VS ബാലചന്ദ്രൻ എന്ന എഴുത്തുകാരനെ പറഞ്ഞു പോവാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം നിലവിൽ 10ഓളം പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. ഗ്രന്ഥകാരന്മാരെ നമുക്ക് പല രീതിയിൽ കാണാം. അവരവരുടെ കർമ്മമണ്ഡലങ്ങളെക്കുറിച്ച് എഴുതുന്നവരുണ്ട്. വ്യത്യസ്തമായ കഥ, നോവൽ അങ്ങനെയുള്ളവരെ കാണാം. എങ്ങനെയെങ്കിലും എഴുതുന്നവരെ കാണാം. ആളെ വച്ച് എഴുതുന്നവരെ കാണാം. അങ്ങനെ പല രീതിയിലാണ് ഞാൻ ഈ 3 വർഷം കൊണ്ട് കണ്ടതാണ് ഗ്രന്ഥകാരന്മാർ, സാഹിത്യകാരന്മാരൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് ഞാൻ പറയാൻ കാരണം, നിലവിലിറങ്ങിയ പുസ്തകങ്ങളെല്ലാം തന്നെ സമൂഹത്തിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള, മനസ്സിലാക്കാൻ കഴിയുന്ന, ഭാവിയിലേക്കുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം ഇപ്പം നിലവിൽ എഴുതിയ മുഴുവൻ പുസ്തകങ്ങൾ. അങ്ങനെ ഒരു പുസ്തകമാണ് ഇന്നത്തെ ഈ പുസ്തകവും. കമല സുരയ്യയെക്കുറിച്ച് പല പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കമലാദാസ് മറ്റൊരു മുഖം എന്നുള്ള പുസ്തകം ഈ ഒരു പുസ്തകം മാത്രമേ കാണുള്ളൂ. അതിനകത്തുള്ള കമലാദാസ് ആരാണെന്ന് ഈ ഒരു പുസ്തകത്തിനകത്ത് മാത്രമേ കാണാൻ കഴിയൂ എന്ന് അടിയുറച്ച് പറയാൻ കഴിയും. അങ്ങനെ ഒരു പുസ്തകമാണ് കമലാദാസ് മറ്റൊരു മുഖം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പുസ്തകം ഉടനെ തന്നെ ഇറങ്ങും. അതാണ് ലോക പ്രശസ്ത അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാം, മഹാരാമായണം. അതിൻ്റെ പ്രവർത്തനവും നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്. ജവഹർലാൽ നെഹ്റു ഒരു വിസ്മയം. അടുത്ത പുസ്തകം ഇറങ്ങുവാണ്, ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടുള്ള പുസ്തകം. നേരത്തെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ 120 പുസ്തകങ്ങളുടെ അണിയറ പ്രവർത്തനയിലാണെന്ന് പറഞ്ഞു. അതൊക്കെ വരുമ്പോഴും ഒരു വലിയ ഇതായിട്ട് വരുന്നത് ഈ പറഞ്ഞ മഹാരാമായണമാണ്. അതാണ് ഒരു ഗ്രന്ഥം എന്നൊരു ലോക പുസ്തകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അത്രയും ഇതായിട്ടുള്ള ഒരു ഗ്രന്ഥകാരനെയാണ് VS ബാലചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് ഇവിടെ പറയാൻ, അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത്. എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കട്ടെ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ അധ്യക്ഷനായി ശ്രീ ചെറിയാൻ ഫിലിപ്പ് സാറാണ്. അദ്ദേഹം ബാലേന്ദ്രൻ സാറുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും സഹപ്രവർത്തകനും ഒക്കെ സഹോദര തുല്യനായിട്ടുള്ള അദ്ദേഹമാണ് ഇന്നത്തെ ഈ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായ നന്ദി അറിയിക്കുന്നു. പുസ്തകം പ്രകാശനം ചെയ്തത് ശ്രീ MM ഹസൻ സാറാണ്. സാറിനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? എന്നും നമ്മൾ കാണുന്ന മുഖം. സാറിനോടൊപ്പം സാറിൻ്റെ എന്താ ഗുരുവാണോ, സഹോദരനാണോ, ശിഷ്യനാണോ, എന്താ പറയാന്ന് എനിക്കറിയില്ല. VS ബാലചന്ദ്രൻ MM ഹസൻ സാറിന് അങ്ങനെയാണ്. അദ്ദേഹമാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശനം ചെയ്തത്. ഇതിനപ്പുറം ഒരു വ്യക്തി ഇല്ല ഒരു പുസ്തക പ്രകാശനം ചെയ്യാൻ എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഈ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിൽ ആദ്യവുമായ നന്ദി അറിയിക്കുന്നു. പുസ്തകം സ്വീകരിച്ചത് ശ്രീമതി മിനി ഗോപിനാഥാണ്. സാഹിത്യകാരിയാണ്, കവയത്രിയാണ്. മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായ നന്ദി അറിയിക്കുന്നു.
ഇതിന് സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ മാഡമാണ്. സെക്രട്ടറിയെ കുറിച്ച് എന്താണ് പറയുക? എല്ലാത്തിലും ഉള്ള ആൾ, എല്ലാത്തിലും ഉണ്ട് ജയ ശ്രീകുമാർ സെക്രട്ടറി. എവിടെയും ചെന്ന് എന്ത് ഞങ്ങൾ ഇവിടെ പല ഇതുണ്ടല്ലോ, സംസ്കാര ഭാരതം, സദ്ഭാവന ട്രസ്റ്റ്, ഇങ്ങനെ പല ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കടിഞ്ഞാണാണ് പുള്ളിക്കാരത്തിയുടെ കയ്യിലുള്ളത്. ഞങ്ങൾ തമാശയായിട്ടാണെങ്കിലും പരസ്പരം ചെന്ന് പറയാറുണ്ട്. അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കും. സദ്ഭാവന ട്രസ്റ്റിൻ്റെ കാര്യങ്ങൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചേർന്നെന്ന് പറയും. ഇപ്പോൾ സംസ്കാര ഭാരതമാണെങ്കിൽ അപ്പുറത്തോട്ട് മാറി സംസ്കാര ഭാരതത്തിൻ്റെ കാര്യം പറയും. അങ്ങനെയാണ്. അപ്പോൾ എല്ലാത്തിലും റൗണ്ടാണ്, എല്ലാം എന്തും പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു ആളാണ് നമ്മുടെ സെക്രട്ടറി സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കമലാദാസിൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് പ്രൊഫസർ ഡോക്ടർ AG ഒലീന ടീച്ചറാണ്. ടീച്ചറിനെ ഞാൻ 2016 ആദ്യമായി കാണുന്നത്. ടീച്ചറിന് ഓർമ്മ ഉണ്ടാവില്ല. ഞാനതൊന്ന് ഓർക്കാനായിട്ട് ആ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുത്തു. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ CPM-ൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മഹിളാ അസോസിയേഷൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ടീച്ചറിനെ ഞാൻ ആദ്യമായി കാണുന്നത്. ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അന്ന് ടീച്ചറിനോടൊപ്പം ആ ഒരു ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ടീച്ചറിനെ ആരാണ് പ്രൊഫസർ ഡോക്ടർ ഒലീന എന്ന് അറിയുന്നത്. അതിനുശേഷമുള്ള കൂടുതലും പറഞ്ഞാൽ പാർട്ടിപരമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സീമ ടീച്ചറിനോടൊപ്പവും മീനാംബിക സഖാവിനോടൊപ്പം ഒക്കെയാണ് ഞാൻ ടീച്ചറിനെ കൂടുതലും കണ്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടത് ഇന്നാണ്. ഈ ഒരു പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, അറിഞ്ഞത്. ടീച്ചറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അധികമായ നന്ദി അറിയിക്കുന്നു. പുസ്തക പരിചയം ഡോക്ടർ രാജാ വാര്യർ, ഒന്നും പറയണ്ട. ഡോക്ടർ രാജാ വാര്യർ സദ്ഭാവന ട്രസ്റ്റിൻ്റെ കുടുംബത്തിനകത്തുള്ള ഒരാളാണ്. സത്യത്തിൽ ഈ പുസ്തകങ്ങളെല്ലാം ചെയ്യാൻ ബാക്ക് സപ്പോർട്ട്, ഒരു ചെറിയ തെറ്റ് പോലും ചൂണ്ടിക്കാണിച്ച് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സഹോദരൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഗുരു. അതാണ് എനിക്ക് ഡോക്ടർ രാജാ വാര്യർ. അത്രയും അടുത്തിരുന്നു കൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റിനെ കാണുന്നത്. അദ്ദേഹത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യമായ നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിയത് ഡോക്ടർ MR തമ്പാൻ സാർ. സാറിനെ കുറിച്ച് എന്താ പറയുക? വൈജ്ഞാനിക സാഹിത്യ പ്രതിഭ എന്ന പേരിൽ തന്നെ ഡോക്ടർ തമ്പാൻ സാർ ഉണ്ട് എന്നുള്ളതാണ്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ്. സദ്ഭാവന ട്രസ്റ്റിനകത്തുള്ള ആളാണ്. സത്യത്തിൽ ഞാനും സാറും തമ്മിലുള്ള അടികൾ കണ്ടാൽ വിചാരിക്കും ഇന്ത്യയും പാകിസ്ഥാനും ആണെന്ന് കരുതും. അങ്ങനെയാണ്. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് അത് ആരിലും കാണാത്ത, എനിക്ക് തോന്നുന്നു ആ സ്നേഹപ്രകടനം കാണിക്കുന്നത് ഇതിലൂടെയാണ് എന്നാണ് എനിക്ക് മിക്കപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ്, അത്രയും ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഡോക്ടർ MR തമ്പാൻ. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ ഡോക്ടർ R അനിൽകുമാർ സാർ. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, കുടുംബത്തിൻ്റെ അകത്തുള്ള ആൾ തന്നെയാണ്. സാറിനോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് BS ബാലേന്ദ്രൻ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതിൽ നിൽക്കുന്നവരാണ്. അതിൽ കൂടിയ ഒരാളാണ് ഡോക്ടർ R അനിൽകുമാർ സാർ. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. KG ബാബുരാജ് സാർ, എന്താ പറയുക, എപ്പോഴും കാണുന്നു ഗാന്ധി ഭാരതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, വിനോബ നികേതൻ്റെ അല്ലെങ്കിൽ സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാണ് ബാബുരാജ് സാറ്. ബാബുരാജ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം കാരണക്കാരനായ ആളാണ് ഇന്നത്തെ നമ്മുടെ ഗ്രന്ഥകാരൻ ബാലേന്ദ്രൻ സാർ, BS ബാലേന്ദ്രൻ സാർ. സാറിനെ കുറിച്ച് ഞാൻ പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാറിനെ എങ്ങനെ പറയണമെന്നും അറിയില്ല. എനിക്ക് അങ്ങനെ ഒരു വാക്ക് കിട്ടില്ല സാറിനെ കുറിച്ച് പറയാൻ. എല്ലാ വാക്കുകളിലും സാറുണ്ട്. ഇപ്പോൾ സദ്ഭാവനയിലും സാറാണ്. സദ്ഭാവനയുടെ ചെറിയ കാര്യങ്ങൾ പോലും അത് എന്ത് കാര്യമായിക്കോട്ടെ വന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചു കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വാക്കിൽ, ആ വാക്ക് മതി പിന്നെ അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം. അതാണ് ഡോക്ടർ BS ബാലചന്ദ്രൻ. അത് എല്ലാത്തിലും ഉണ്ട്, സദ്ഭാവനയിൽ മാത്രമല്ല. അത് സാറിൻ്റെ ഏത് കർമ്മമണ്ഡലം എടുത്താലും എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും, ഓരോ വ്യക്തികൾക്കും അതിൽ BS ബാലചന്ദ്രൻ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആളുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനകരമായ കാര്യമാണ്.
അങ്ങനെ ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ആദ്യവുമായി നന്ദി അറിയിക്കുന്നു. ഇവിടെ ബിയോണ്ട് ശ്രീകുമാർ സാറിനെ കുറിച്ച് ഈ ഓരോ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടെയാണ് വരുന്നത്. ഈ പുസ്തകം പ്രത്യേകിച്ച് ഓരോ പുസ്തകങ്ങളും ചെയ്യുമ്പോൾ രാത്രി ഒത്തിരിയും സമയം പുള്ളി സമയം നോക്കി ജോലി ചെയ്യുന്ന ആളെയല്ല. ആ പുസ്തകത്തിൻ്റെ ഒരു പ്രവർത്തനം എടുത്താൽ അത് തീരുന്ന സമയമാണ് പുള്ളിയുടെ സമയം. അത് ഇനി എത്ര ചിലപ്പോൾ പുള്ളിയുടെ വീട്ടിലെ ചേച്ചി, വൈഫ്, കുട്ടികൾ, മോള് അവരൊക്കെ ജോലി കഴിഞ്ഞും അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ കുട്ടികൾ അവിടെ പക്ഷെ അവരവിടെ ഇരുന്നാലും പുള്ളിയുടെ ജോലി തീർത്തിട്ട് എണീച്ച് പോകുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് പുള്ളിയോട് നന്ദി പറഞ്ഞാൽ തീരില്ല. പുള്ളിയുടെ പ്രവർത്തനം അങ്ങനെയാണ്, പുള്ളിയുടെ ഓരോ വർക്കും അങ്ങനെയാണ്, സാറിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയും അങ്ങനെ തന്നെയാണ്. സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് സ്വന്തം കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ പുള്ളിയുടെ തന്നെ ഒരു ഇതാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ സാറിനും സദ്ഭാവന ട്രസ്റ്റിന് ഈ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ പുസ്തകങ്ങളൊക്കെ ഇത്രയും മനോഹരമായി ഇറങ്ങുന്നു. ഇതിൻ്റെ കവറൊക്കെ ഓരോ പുസ്തകങ്ങളുടെയും കവർ കാണണം, വ്യത്യസ്തമാണ്. കവർ ഭയങ്കര ഡിസൈനറാണ്, പക്ഷെ സ്വന്തം കഴിവ് പടി പറയില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരാളാണ്. ഇനി പറയാൻ വാക്കുകളുണ്ട്, പക്ഷെ പറയാനില്ല. അധികം ഒത്തിരി നന്ദി സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഭാഗമായതിൽ. പിന്നെ ഇവിടെ കൂടി ഡാർലി സാറും നമ്മുടെ കുടുംബത്തിൽ സാറ് ഇവിടെ ഇരിപ്പുണ്ട്. സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പ്രവർത്തകർക്കും, സുഹൃത്തുക്കൾക്ക്, കവി സുഹൃത്തുക്കൾ എല്ലാവരും സാറിൻ്റെ പുസ്തക പ്രകാശത്തിന് കുറേ നല്ല സാറിനും ഇഷ്ടമുള്ള ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും, ഓരോ പ്രവർത്തകർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे, तव शुभ आशीष मांगे। गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।